അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിലേക്ക് വരുമോ? ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒഴിവാക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്. ആസിയാൻ ഉച്ചകോടിക്കിടെ ഇരു രാഷ്ട്ര തലവന്മാരും കാണാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ മോദി വെർച്വലായാണ് ആ യോഗത്തിൽ പങ്കെടുത്തത്. ഗാസ സമാധാന ഉച്ചകോടി ഒപ്പിടുന്ന സമയത്ത് ട്രംപ് മോദിയെ ക്ഷണിച്ചിരുന്നു. മോദി പക്ഷേ പോയില്ല. UN-ലും പോകാനുള്ള സാഹചര്യം ഒഴിവാക്കുകയായിരുന്നു. അപ്പോൾ നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേരിൽ കാണാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നു എന്ന വാർത്തയും അതുമായി ബന്ധപ്പെട്ടുള്ള പല ചർച്ചകളും പ്രതിപക്ഷം അത് ട്രംപിനെ പേടിച്ചുകൊണ്ടാണ് എന്നുള്ള രാഷ്ട്രീയ ആയുധമായി അത് ഉപയോഗിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ട്രംപ് തുറന്നു പറഞ്ഞിരിക്കുന്നത് താൻ ഉടൻ തന്നെ ഇന്ത്യയിലേക്ക് പോകുമെന്ന്. അത് മാത്രവുമല്ല, മോദി മഹാനായ ഒരു മനുഷ്യനാണെന്നും വളരെ മാന്യനാണെന്നും ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണെന്നും അദ്ദേഹം എന്നെ ക്ഷണിക്കുന്നുണ്ട് എന്നും ഞാൻ അവിടെ പോകുമെന്നുമാണ് ട്രംപ് പറയുന്നത്. സമാനമായ നിലയിൽ ഒരു മാസത്തിന് മുൻപ് ട്രംപ് ഇതുപോലെ ഒരു അഭിപ്രായ പ്രകടനം നടത്തി താൻ ഇന്ത്യയിലേക്ക് പോകുന്നു, വളരെ മാന്യനും മഹാനുമാണ് നരേന്ദ്രമോദി എന്നും ട്രംപ് അന്ന് പറഞ്ഞിരുന്നു. അതിന് സമാനമാണ് ഇന്നും മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ട്രംപ് പറഞ്ഞ കാര്യങ്ങൾ. ഒരു മാധ്യമപ്രവർത്തകൻ ഇന്ത്യയുമായുള്ള വാണിജ്യ കരാറിന്റെ അവസ്ഥ എന്ത് എന്ന് ചോദിക്കുമ്പോഴായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള ട്രംപിന്റെ ഈ മറുപടി. ഒപ്പം തന്നെ ഞാൻ ഉടനെ പോകുമെന്നും ഞങ്ങൾ തമ്മിൽ വലിയ സൗഹൃദമാണെന്നും ട്രംപ് പറയുകയാണ്. നരേന്ദ്രമോദിയെ മഹാനായ മനുഷ്യനെന്നും സുഹൃത്തെന്നും വിശേഷിപ്പിക്കുന്നു. മോദിയുമായുള്ള ചർച്ചകൾ നല്ല രീതിയിൽ പുരോഗമിക്കുന്നു. റഷ്യയിൽ നിന്ന് പെട്രോളിയം വാങ്ങുന്നത് നരേന്ദ്രമോദി വലിയ അളവിൽ കുറച്ചിട്ടുണ്ട് എന്നൊരു അവകാശവാദം കൂടി ട്രംപ് ഇതിനുള്ളിൽ പറയുന്നുണ്ട്. അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്താണ്, ഞങ്ങൾ സംസാരിക്കാറുണ്ട്, ഞാൻ അവിടേക്ക് ചെല്ലണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്, ഞങ്ങൾ അക്കാര്യത്തിൽ ഉടൻ തന്നെ ഒരു തീരുമാനമുണ്ടാക്കും എന്നതാണ് ട്രംപ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. Trade deal, and when do you good? He stopped buying oil from Russia. when do you plan? And he's a friend of mine, and we speak, and he wants me to go there. We'll figure that out. I'll go. I had a great trip there with Prime Minister Modi. He's a great man, and I'll be going. Novo Nordisk is in the middle. You're planning to go to India next year? No. You're planning to go to India next year, sir? It could be, yeah. ഇന്ത്യക്ക് മേൽ ഉയർന്ന തീരുവ ചുമത്തിയതിന്റെ പശ്ചാത്തലത്തിൽ ന്യൂയോർക്ക് ടൈംസിൽ ഒരിക്കൽ ട്രംപ് ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യതയില്ല, ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ വരാനുള്ള സാധ്യതയില്ല എന്നൊരു വാർത്തയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ട്രംപിന്റെ ഈ പ്രസ്താവന വരുന്നത്. അടുത്ത വർഷം എന്ന് ട്രംപ് പറയുന്നത് ക്വാഡ് ഉച്ചകോടി അടുത്ത വർഷം ആദ്യം 2026 ആദ്യം ജനുവരിയിൽ നടക്കുമെന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇന്ത്യയാണ് അതിന് ആതിഥേയത്വം വഹിക്കുന്നത്. അപ്പോൾ അതിൽ പങ്കെടുക്കാനായി വരും എന്ന സൂചനയാണ് ഇപ്പോൾ ട്രംപ് നൽകുന്നത്. ഇന്ത്യയുമായി ഒരു കൂടിക്കാഴ്ച ട്രംപ് ആഗ്രഹിക്കുന്നു. ഒപ്പം എണ്ണവിലയുമായി ബന്ധപ്പെട്ട് താൻ പറഞ്ഞത് ഇന്ത്യ അനുസരിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഔദ്യോഗികമായി ഇന്ത്യ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആവർത്തിച്ച് എണ്ണ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതിൽ ഇന്ത്യ കുറവ് വരുത്തിയിട്ടുണ്ടെന്നും അതിന് സമ്മതിച്ചിട്ടുണ്ട് എന്നും ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ ഇന്ത്യ ഇക്കാര്യത്തിൽ പറയുന്നത് അത് വിപണി സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉപഭോക്താക്കളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇന്ത്യ എടുക്കുന്ന തീരുമാനമായിരിക്കും അത് എന്നത് ആവർത്തിച്ച് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനപ്പുറമുള്ള ട്രംപിന്റെ അവകാശവാദങ്ങളോടുള്ള പ്രതികരണങ്ങളൊന്നും ഈ കാര്യവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ വിദേശകാര്യ മന്ത്രാലയമോ നൽകിയിട്ടില്ല. അപ്പോൾ ഇതാണ് സാഹചര്യമെന്നിരിക്കെയാണ് ട്രംപ് ആവർത്തിച്ച് ഇന്ത്യയിലേക്ക് വരണമെന്നും മോദി മഹാനാണെന്നും പറയുന്നത്. ഈ വ്യാപാര കരാർ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമാക്കുക എന്നത് അമേരിക്കയെ സംബന്ധിച്ചും ആവശ്യമായിട്ടുള്ള ഒരു ഘട്ടമാണ്. അപ്പോൾ അതിനുള്ള സമ്മർദ്ദങ്ങൾ പല വിധത്തിൽ, അതിൽ ഇന്ത്യയുടെ ഭാഗത്ത് വിട്ടുവീഴ്ച ഉണ്ടാകാനുള്ള സമ്മർദ്ദങ്ങൾ ട്രംപ് പല വിധത്തിൽ ചെലുത്തുന്നുണ്ടായിരുന്നു. അതിൽ കുറെയൊക്കെ ഇന്ത്യ അനുകൂലമായി അതിനോട് പ്രതികരിക്കുകയും ചെയ്തു. കാരണം ഇന്ത്യയെ സംബന്ധിച്ചും അമേരിക്കയുമായി വ്യാപാര കരാറിൽ എത്തേണ്ടതുണ്ട്. മാത്രവുമല്ല, താരിഫ് നിരക്കുകൾ ഇപ്പോൾ 50% താരിഫ് നിരക്കുകൾ കുറയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ ചില സമ്മർദ്ദങ്ങൾക്ക് ഇന്ത്യ വഴങ്ങുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ രണ്ട് കാര്യങ്ങളിലും അനുകൂലമായി തീരുമാനമുണ്ടാകാനുള്ള ചില സമ്മർദ്ദ തന്ത്രങ്ങൾ ഇന്ത്യയും പയറ്റുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൽ ഒന്നാണ് നരേന്ദ്രമോദി ട്രംപുമായുള്ള കൂടിക്കാഴ്ചകൾക്ക് വിമുഖത പ്രകടിപ്പിച്ചുകൊണ്ട് ഉള്ള നിലപാട് സ്വീകരിച്ചത്. അതൊരു തന്ത്രപരമായ നിലപാട് എന്ന നിലയിലാണ് അവർ കണക്കാക്കുന്നത്. ആ സാഹചര്യത്തിൽ ഇപ്പോൾ ട്രംപ് ഇങ്ങോട്ട് വരാനുള്ള സാഹചര്യം ഒരുക്കുന്നതും അതിനുള്ള അനുകൂല സമീപനം നടത്തുന്നതും ഇന്ത്യയുടെ ഒരു വിജയമായി വേണമെങ്കിൽ കണക്കാക്കാവുന്നതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തായാലും റഷ്യയിലെ 2 പ്രമുഖ കമ്പനികൾക്കാണ് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയത്. എണ്ണ
റഷ്യയിൽ നിന്ന് വാങ്ങുന്നതാണ് ഇന്ത്യയോട് ഇത്രയും വിയോജിപ്പും കനത്ത താരിഫും ഏർപ്പെടുത്താനുള്ള കാരണം. അത് യുക്രൈനിൽ യുദ്ധം ചെയ്യുന്നതിനുള്ള സഹായമാണ് ഇന്ത്യ നൽകുന്നത് എന്ന് ആരോപിച്ചാണ് ചൈനയും ഇന്ത്യയും ആ നിലപാട് തുടരുന്നതിന്റെ ഭാഗമായിട്ടാണ് വലിയ രീതിയിലുള്ള തീരുവ ഏർപ്പെടുത്തിയത്. ഇതിൽ 2 പ്രധാന കമ്പനികൾക്ക് ഉപരോധം ഉൾപ്പെടെ അമേരിക്ക ഏർപ്പെടുത്തിയതോടുകൂടി റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ വില കുറയുന്ന സാഹചര്യം ആഗോള വിപണിയിലുണ്ട്. ബാരലിന് $2 മുതൽ $4 വരെയുള്ള ഇടിവ് ഡിസംബർ മാസത്തെ എണ്ണവരവിൽ അതിന്റെ വിലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ അമേരിക്കയുടെ ഉപരോധം വലിയ രീതിയിൽ റഷ്യയെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് പല ഇന്ത്യൻ റിഫൈനറികളും എണ്ണ വാങ്ങാതായതോടുകൂടി ആ രീതിയിൽ എണ്ണയുടെ ഡിമാൻഡ് കുറയുകയും വില കുറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ത്യ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എങ്കിൽ പോലും പല റിഫൈനറികളും എണ്ണ വാങ്ങുന്നത് നിർത്തിവെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കുറവ് വരുത്തിയിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. അപ്പോൾ ഈ സാഹചര്യം അനുകൂലമാക്കാനുള്ള ശ്രമങ്ങളാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. താൻ പറഞ്ഞത് ഇന്ത്യ കേട്ടിരിക്കുന്നു, ആ ഘട്ടത്തിൽ ഞാൻ വരുന്നു, നമുക്ക് കരാറിനെ കുറിച്ച് സംസാരിക്കാം എന്നതാണ് ട്രംപ് മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം. ഇന്ത്യയെ സംബന്ധിച്ച് വാണിജ്യ കരാർ എന്നത് അത്യാവശ്യമാണ്. മാത്രവുമല്ല, ഈ താരിഫ് നിരക്കുകളിൽ കുറവുണ്ടാകേണ്ടത് ആവശ്യമാണ്. ഒരു കരാറിലേക്ക് എത്തുകയും താരിഫുകൾ കുറയ്ക്കുകയും എന്നതും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്കും ഏറ്റവും അനിവാര്യമാണെന്നിരിക്കെ ഇന്ത്യ എങ്ങനെ ട്രംപിന്റെ ഈ പ്രസ്താവനകളോട് പ്രതികരിക്കുന്നു എന്നതാണ് ഇനി അറിയേണ്ടത്. വിദേശകാര്യ മന്ത്രാലയം ഈ ട്രംപിന്റെ വരവിനെ സ്വാഗതം ചെയ്യുന്നോ, അതോ പല വിധത്തിൽ ഇന്ത്യ ചെലുത്തുന്ന സമ്മർദ്ദങ്ങളുടെ ഭാഗമായി, അല്ലെങ്കിൽ അമേരിക്കൻ സമ്മർദ്ദത്തിന് അടിയറ വെക്കാതിരിക്കാനുള്ള ഇന്ത്യയുടെ നിലപാടുകളുടെ ഭാഗമായി ഇതിനോടും മൗനം തുടരുമോ? ഇതാണ് അറിയേണ്ടത്. നമുക്ക് കാത്തിരിക്കാം അടുത്ത ഫോക്കസിലേക്ക്.